കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സോൾവെന്റ് ലായകം ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ലായനിയുടെ അവസ്ഥ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് വൈ ഈസ് പ്യുവർ എയർ എ ഗേഷ്യസ് സൊല്യൂഷൻ. ശുദ്ധവായു ഒരു വാതക ലായനി ആയിരിക്കുന്നത് എന്തുകൊണ്ട്? പ്യുവർ എയറിനെ അല്ലെങ്കിൽ ശുദ്ധവായുവിനെ ഒരു വാതക ലായനി അല്ലെങ്കിൽ ഗേഷ്യസ് സൊല്യൂഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പ്യുവർ എയർ അല്ലെങ്കിൽ വാതക ലായനി എന്ന് പറയുന്നത് വിവിധ തരം വാതകങ്ങളുടെ വേരിയസ് ഗ്യാസിൻ്റെ ഒരു ഏകാത്മക മിശ്രിതമാണ്, ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതുകൊണ്ടാണ് അവരെ ഒരു ഗേഷ്യസ് സൊല്യൂഷനായി വാതക ലായനിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്, കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാം സൊല്യൂഷനിൽ സൊല്യൂട്ട് ലീനം എന്ന് പറയുന്നത് ലയിക്കുന്ന പദാർത്ഥത്തെയാണ് നമ്മൾ ലീനം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സോൾവെൻ്റ് എന്ന് പറയുന്നത് ഏതിലാണോ ഈ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നത്, ലയിക്കുന്നത്, അതിനെയാണ് നമ്മൾ സോൾവെൻ്റ് ലായകമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി എയറിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് നൈട്രജൻ ആണ് നമ്മുടെ സോൾവെൻ്റ്. കാരണം ഹയർ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്. ബാക്കി ഗ്യാസസ് ആയ ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ് അവരെയെല്ലാം നമ്മൾ സൊല്യൂട്ട് ലീനമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവരൊക്കെ ലെസ്സർ ക്വാണ്ടിറ്റി, കുറച്ച് അളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. നമുക്ക് താഴത്തെ ഡയഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാകും എന്താണ് അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള കമ്പോണൻസ്, ഘടകങ്ങളുടെ ഡയഗ്രാമാണ് താഴെ തന്നിരിക്കുന്നത്. ഓക്സിജൻ എന്ന് പറയുന്നത് 20.9% ഉള്ളൂ. പക്ഷേ ബ്ലൂ കളറിൽ കാണിച്ചിരുന്ന നൈട്രജൻ ആണ്, അത് 78%, ഹയർ ക്വാണ്ടിറ്റിയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് എയറിൽ നൈട്രജൻ സോൾവെന്റ് ലായകമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ 20.9%, ആർഗൺ 0.90%, അതർ ഗ്യാസസ് മറ്റു വാതകങ്ങൾ 0.17%, കാർബൺ ഡയോക്സൈഡ് 0.03%. അങ്ങനെ വേരിയസ് ഗ്യാസിൻ്റെ ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ് നമ്മുടെ പ്യുവർ എയർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ ഒരു ഗേഷ്യസ് സൊല്യൂഷൻ, വാതക ലായനി എന്ന് വിളിക്കുന്നത്. പല വാതകങ്ങൾ ചേർന്ന് ഏകാത്മക മിശ്രിതമാണ് ശുദ്ധവായു. അതുകൊണ്ടാണ് അവയെ നമ്മൾ ഗേഷ്യസ് സൊല്യൂഷൻ, വാതക ലായനിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു സൊല്യൂഷനകത്ത് അല്ലെങ്കിൽ ലായനിക്കകത്ത് സൊല്യൂട്ട് ലീനവും സോൾവെന്റ് ലായകവും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? ഒരു എക്സാമ്പിൾ നോക്കും. ബ്രാസ്, പിച്ചള എന്ന് പറയുന്നത് ഒരു അലോയാണ്, ലോഹ സങ്കരമാണ്. അതിൽ 34% സിങ്കാണുള്ളത്, 66% കോപ്പറുമാണ് ഉള്ളത്. അപ്പോൾ ഇതിലെ സൊല്യൂട്ട് ഏതാ, ലീനം ഏതാ, സോൾവെന്റ് ലായകം ഏതാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഓൾറെഡി മുകളിലത്തെ ടേബിളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് സൊല്യൂട്ട് ലീനം സിങ്കാണ്, സോൾവെന്റ് കോപ്പറാണെന്നല്ലേ. അപ്പോൾ ഏത് കമ്പോണൻ്റ് ആണോ ഏറ്റവും കുറഞ്ഞ അളവിൽ ഉള്ളത് അവയെയാണ് നമ്മൾ ലീനം സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഏത് കമ്പോണൻ്റ് ആണോ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്നത് അവയെയാണ് നമ്മൾ ലായകമെന്ന് വിളിക്കുന്നത്. കുറഞ്ഞ അളവിലുള്ള ഘടകം ലീനവും കൂടിയ അളവിലുള്ള ഘടകം ലായകവുമാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ ആരായിരിക്കും സോൾവെൻ്റ് എന്ന് പറയുന്നത്? നമ്മുടെ നൈട്രജൻ ആയിരിക്കും അന്തരീക്ഷ വായുവിൽ ലായകമായിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ലാർജർ ക്വാണ്ടിറ്റിയിൽ, ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് നൈട്രജൻ ആയതുകൊണ്ട് അവയാണ് അന്തരീക്ഷ വായുവിലെ ലായകമെന്ന് പറയുന്നത്. ഇൻ അക്യൂസ് സൊല്യൂഷൻ വാട്ടർ ഈസ് ഓൾവേസ് ദി സോൾവെന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ക്വാണ്ടിറ്റി. അക്യൂസ് സൊല്യൂഷൻ ജലീയ ലായനിക്കകത്ത് ഏതളവിലായാലും ജലം തന്നെ ആയിരിക്കും ലായകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു പഞ്ചസാര സൊല്യൂഷൻ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സുഗ സൊല്യൂഷൻ എടുക്കുവാണെങ്കിൽ, സാൾട്ട് സൊല്യൂഷൻ എടുക്കുവാണെങ്കിൽ അവിടെ അതിൻ്റെ ക്വാണ്ടിറ്റി ഏതളവിലെടുക്കുന്നതെന്ന് നോക്കുന്നില്ല. പക്ഷെ അവിടുത്തെ സോൾവെൻറ്റ് ലായകം എന്ന് പറയുന്നത് എപ്പോഴും വാട്ടർ തന്നെ ആയിരിക്കും ഒരു അക്യൂസ് സൊല്യൂഷനകത്ത് അല്ലെങ്കിൽ ജലീയ ലായനിക്കകത്ത്. അപ്പം നമ്മൾ ഈ പാഠം പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് ഏതൊക്കെയാണ് വാട്ടർ സോലുബിൾ, ഏതൊക്കെയാണ് വാട്ടർ സോലുബിൾ അല്ലാത്ത, ലയിക്കുന്നവയും ലയിക്കാത്തവയും ഏതാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ എനാമൽ പെയിൻറ്റ് ലയിപ്പിച്ച ലായകം ഏതായിരുന്നു? ടർപ്പൻറ്റൈൻ ആയിരുന്നു അല്ലേ. ടർപ്പൻറ്റൈനിലായിരുന്നു എനാമൽ പെയിൻറ്റ് ലയിച്ചത്, ഡിസോൾവ് ആയത്. അപ്പോൾ certain solvents like turpentine, kerosene, petrol are mixers of various hydrocarbon. ഹൈഡ്രോകാർബണുകളുടെ മിശ്രിതമാണ് ടർപ്പൻറ്റൈന്, മണ്ണെണ്ണ, പെട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗാനിക് സോൾവെൻറ്റ്സ്, ഓർഗാനിക് ലായകങ്ങളാണ് ആൽക്കഹോൾ, കാർബൺ ഡൈസൾഫൈഡ്, ബെൻസീൻ, കാർബൺ ടെട്രാക്ലോറൈഡ്. ഇവയൊക്കെ ഓർഗാനിക് ലായകങ്ങളാണ്. എല്ലാ ദ്രാവകങ്ങളും പരസ്പരം കലർന്ന് ലായനിയായി തീരണമെന്നില്ല.
ഓൾ ലിക്വിഡ്സ് മേ നോട്ട് മിക്സ് ടുഗദർ ടു ഫോം സൊല്യൂഷൻസ്. എല്ലാ ലിക്വിഡ്സും മിക്സ് ചെയ്താലും നമുക്ക് സൊല്യൂഷൻസ് ലായനി കിട്ടണമെന്നില്ല. നമുക്ക് നോക്കാം. ട്രൈ ടു ഡിസോൾവ് കെറോസിൻ, പെട്രോൾ എക്സെട്ര സെപ്പറേറ്റ്ലി ഇൻ വാട്ടർ. ഒരു ബീക്കർ എടുക്കുക, അതിൽ കെറോസിനും വാട്ടറും മിക്സ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പെട്രോളും വാട്ടറും മിക്സ് ചെയ്ത് നോക്കുക. ജലവും പെട്രോളും അതുപോലെ തന്നെ ജലവും കെറോസിനും. ഡു ദേ ഡിസോൾവ്? അവർ ലയിക്കുമോ? ഇല്ല, ഒരിക്കലും കെറോസിനും ജലവും ഒരുമിച്ച് ലയിപ്പിക്കാൻ നോക്കിയാൽ അവർ ഡിസോൾവ് ആവത്തില്ല, ലയിക്കില്ല. പെട്രോളും സെയിം അവസ്ഥയാണ്, അവരും ലയിക്കുകയില്ല. വാട്ട് മേ ബി ദി റീസൺ? എന്തായിരിക്കും അതിന് കാരണം? നമ്മുടെ വാട്ടർ, ജലം എന്ന് പറയുന്ന ഒരു പോളാർ കോമ്പൗണ്ടാണ്, പോളാർ സംയുക്തമാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ കെറോസിനും പെട്രോളും എന്നൊക്കെ പറയുന്നത് നോൺ പോളാർ സംയുക്തങ്ങളാണ്, നോൺ പോളാർ കോമ്പൗണ്ട്സ് ആണ്. എ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെൻറ്റ്. ഒരു സോൾവെൻറ്റിൽ സൊല്യൂട്ട് ലയിക്കണമെങ്കിൽ ഒരു പ്രിൻസിപ്പൾ, ഒരു പൊതു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. സമാനമായതിനെ ലയിപ്പിക്കും എന്ന പൊതു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ലായകത്തിൽ ലീനം ലയിക്കുകയുള്ളൂ. നമ്മൾ ടേബിൾ സാൾട്ട് നോക്കാം. കറിയുപ്പ്, അതെന്ന് പറയുന്ന ഒരു അയോണിക സംയുക്തമാണ് അല്ലേ, അയോണിക് കോമ്പൗണ്ടാണ്. അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. എന്തുകൊണ്ടാണ്? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. സമാനമായതിനെ ലയിപ്പിക്കത്തുള്ളൂ. അതുപോലെ കെറോസിൻ, പെട്രോൾ എന്ന് പറയുന്നത് ഇവയൊന്നും അയോണിക് സംയുക്തങ്ങളല്ല, അതുകൊണ്ട് അവ വെള്ളത്തിൽ ലയിക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന ഒരു പോളാർ കോമ്പൗണ്ടാണ്, പോളാർ സംയുക്തമാണ്. പക്ഷേ കെറോസിൻ, പെട്രോൾ മുതലായവയൊക്കെ നോൺ പോളാർ സംയുക്തങ്ങളാണ്. അതുമല്ല, ഇവ ലയിക്കണമെങ്കിൽ, ഒരു ലായകത്തിൽ സോൾവെൻറ്റിൽ ഒരു ലീനം സൊല്യൂട്ട് ലയിക്കണമെങ്കിൽ ഏറ്റവും ഒരു പൊതുതത്വമായ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, അല്ലെങ്കിൽ സമാനമായത് ലയിപ്പിക്കത്തുള്ളൂ എന്നുള്ള ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ നടക്കുന്നത്. നമ്മളൊരു കാര്യം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന, കോവാലന്റ് കോമ്പൗണ്ട്സ്, സഹസംയോജക സംയുക്തങ്ങളും വാട്ടറിൽ, ജലത്തിൽ ലയിക്കുകയില്ല. മനസ്സിലായി. ഒരു ലീനം ലായകത്തിൽ ലയിക്കണമെങ്കിൽ, സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, അല്ലെങ്കിൽ സമാനമായതിനെ ലയിപ്പിക്കത്തുള്ളൂ. അടുത്തത് യൂസ് ഓഫ് സോൾവെൻറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. ലായകങ്ങളുടെ നിത്യജീവിതത്തിലെ ഉപയോഗങ്ങൾ. ദി യൂസസ് ഓഫ് വാട്ടർ ആസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആർ ഫെമിലിയർ ടു യു. സാർവിക ലായകം എന്ന നിലയിൽ ജലത്തിൻ്റെ ഉപയോഗങ്ങൾ പല സന്ദർഭങ്ങളിലും നമുക്ക് പരിചിതമാണ്. നമ്മൾ ജലത്തെ അറിയുന്നത് തന്നെ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാണ് അല്ലേ, സാർവിക ലായകമാണ്. മറ്റ് ലായകങ്ങളുടെ ഉപയോഗങ്ങളും നമുക്ക് താഴെ ഇവിടെ തന്നിട്ടുണ്ട്, അത് പരിശോധിക്കാം. അപ്പോൾ ഈ ടേബിൾ നോക്കുമ്പോൾ സോൾവെൻറ്റ്സ് ഓർ സോൾവെൻറ്റ് മിക്സേഴ്സ്, ലായകങ്ങളും അല്ലെങ്കിൽ മിശ്രിത ലായകങ്ങളും താഴെ തന്നിട്ടുണ്ട്. അവയുടെ ഉപയോഗങ്ങൾ, യൂസസുമാണ് തന്നേക്കുന്നത്. പെട്രോള്, കെറോസിൻ, ടർപ്പൻറ്റൈൻ, അമോണിയ സൊല്യൂഷൻ. ഇവയുടെ യൂസ് എന്താണ്? ഗ്രീസ്, പെയിൻറ്റ്, സ്റ്റെയിൻ, ക്ലോത്തിലൊക്കെ ഉണ്ടായ വസ്ത്രങ്ങളിലൊക്കെ പറ്റിയ ഗ്രീസ്, പെയിൻറ്റ്, സ്റ്റെയിനൊക്കെ പോകുവാൻ പെട്രോള്, കെറോസിന്, ടർപ്പൻറ്റൈൻ, അമോണിയ സൊല്യൂഷനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഡ്രൈ ക്ലീനിങ്ങിനും സഹായിക്കുന്നത് പെട്രോള്, കെറോസിൻ, ടർപ്പൻറ്റൈൻ, അമോണിയ സൊല്യൂഷൻസ് ഒക്കെയാണ്. അതുപോലെ തന്നെ ബൊറാക്സ് സൊല്യൂഷൻ, അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്ത്സിലൊക്കെ ടീയുടെയും കോഫിയുടെയും ഒക്കെ കറകളുണ്ടല്ലോ, സ്റ്റെയിന്, അത് റിമൂവ് ചെയ്യാൻ ബൊറാക്സ് സൊല്യൂഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ആൽക്കഹോൾ. പെർഫ്യൂമിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ആരോമാറ്റിക് ഓയിലുകളെ ഡിസോൾവ് ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൽക്കഹോൾ. അവസാനത്തെ ടിഞ്ചർ ഓഫ് അയഡിൻ. ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് 2-3% അയഡിൻ ഇൻ ആൽക്കഹോൾ ആൻഡ് വാട്ടർ. സ്മോൾ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം അയഡൈഡ് ഈസ് ഓൾസോ പ്രസൻറ്റ്. 2-3% അയോഡിൻ ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിയാണ് ടിഞ്ചർ അയഡിൻ എന്ന് പറയുന്നത്. അതിനകത്ത് പൊട്ടാസ്യം അയഡൈഡിൻ്റെ ചെറിയ കണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? മുറിവുകൾ കഴുകി വൃത്തിയാക്കുവാനും, ടു ക്ലീൻ വൂൺസ് ആൻഡ് ആസ് ആൻ ആൻറ്റിസെപ്റ്റിക്, അണുനാശകമായും ഉപയോഗിക്കുന്നതാണ് ടിഞ്ചർ അയഡിൻ എന്ന് പറയുന്നത്. നമുക്ക് ലായനിയുടെ മറ്റ് ചില സവിശേഷതകൾ പരിശോധിക്കാം. സൊല്യൂഷൻ്റെ അതർ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. പലപ്പോഴും നമ്മൾ പരാതി പറയല്ലേ, അമ്മേ ഈ കറിക്ക് ഒട്ടും ഉപ്പില്ല, അയ്യോ ഈ തോരനൊക്കെ എന്തൊരു ഉപ്പാ,
ഇങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മൾ അമ്മയോട് പരാതികൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ എന്താ കാരണം, നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന കറിയുപ്പിൻ്റെ എമൗണ്ടിന് വരുന്ന അളവിന് വരുന്ന വ്യത്യാസം കൊണ്ടാണ് ചിലപ്പോൾ കൂടിപ്പോവും ചിലപ്പോൾ കുറഞ്ഞു പോവും അല്ലേ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പരാതി പറയുന്നത് അല്ലേ. ലെറ്റ് us do the experiment given below. താഴെ കൊടുത്ത പ്രവർത്തനം ചെയ്തു നോക്കാം. 2 ബീക്കറിലായിട്ട് ഈക്വൽ എമൗണ്ടിൽ ഈ തുല്യ അളവിൽ നമ്മൾ വെള്ളം എടുക്കുകയാണ്, ജലം. അതിലേക്ക് ഒരു ബീക്കറിലേക്ക് നമ്മൾ 2 ക്രിസ്റ്റൽസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുന്നു. ഒരു ബീക്കറിലേക്ക് നമ്മൾ 6 ക്രിസ്റ്റൽസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ഇടുന്നു. ഇനി അവിടെ സൊല്യൂഷൻ്റെ ലൈനിയുടെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ബീക്കർ 2 ക്രിസ്റ്റൽസ് ഇട്ട് ആദ്യത്തെ ബീക്കറിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ലൈറ്റ് പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു ഇളം പർപ്പിൾ നിറമാണ് ആ ലൈനിക്ക് ഫോം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ബീക്കർ 2ലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ലൈനിയുടെ കളർ എന്ന് പറയുന്നത് ഡാർക്കർ പർപ്പിൾ കളർ ആയിരിക്കും, ഇരുണ്ട പർപ്പിൾ നിറമായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. റീസൺ ഫോർ ദി ഡിഫറൻസ് ഇൻ ദി കളർ ഓഫ് ദി 2 സൊല്യൂഷൻ, 2 ലൈനുകളിലെയും നിറവ്യത്യാസത്തിന് കാരണം എന്താണ്? നമ്മൾ ആദ്യത്തെ ബീക്കർ എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 KMnO4 ക്രിസ്റ്റൽസ് ആണ് കൊടുത്തത്. അപ്പം അതിനനുസരിച്ചുള്ള നിറമേ നമുക്ക് ആ സൊല്യൂഷൻ ലൈനിക്കകത്ത് കാണുവാൻ സാധിച്ചുള്ളൂ. ലൈറ്റ് പർപ്പിൾ നിറമാണ്, നമുക്ക് ഇളം പർപ്പിൾ നിറമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ബീക്കർ 2ലേക്ക് വരുമ്പോൾ അവരുടെ എണ്ണം കൂടി 6 ക്രിസ്റ്റൽസ് ആയിരുന്നു നമ്മൾ സെക്കൻഡ് ബീക്കറിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അവിടുത്തെ ലൈനിയുടെ നിറം എന്ന് പറയുന്നത് ഡാർക്ക് പർപ്പിൾ കളറായിരുന്നു, ഇരുണ്ട പർപ്പിൾ നിറമായിരുന്നു നമുക്ക് ലൈനിക്ക് സൊല്യൂഷന് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എത്രമാത്രം നമ്മൾ സൊല്യൂട്ട് ലീനം ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള കളറായിരിക്കും നമുക്ക് സൊല്യൂഷൻ ലൈനിക്ക് കിട്ടുന്നത്. ബീക്കർ 2ൽ നമ്മൾ ഇട്ട് കൊടുത്ത ക്രിസ്റ്റൽസിൻ്റെ എണ്ണം കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ KMnO4ൻ്റെ കോൺസെൻട്രേഷൻ ഗാഢതയും അവിടെ കൂടുതലാണ്. പർപ്പിൾ നിറമായിരിക്കും നമുക്ക് സൊല്യൂഷന് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എത്രമാത്രം എമൗണ്ടിൽ നമ്മൾ സൊല്യൂട്ട് ഒരു ലായകത്തിൽ സോൾവെൻറ്റിൽ ലയിപ്പിക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ സൊല്യൂഷൻ്റെ ഗാഢത എന്ന് പറയുന്നത്. ഒരു ലായകത്തിൽ നമ്മൾ എത്രമാത്രം ലീനം ലയിപ്പിക്കുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ലൈനിയുടെ ഗാഢത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ലീനം നമ്മൾ ഒരു സോൾവെൻറ്റിൽ ലയിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ സൊല്യൂഷൻ്റെ ലൈനിയുടെ കോൺസെൻട്രേഷൻ ഗാഢത കൂടും, നമുക്ക് കിട്ടുന്ന കളറും മോർ ഇൻറ്റൻസ് ആയിരിക്കും, തീവ്രമായ നിറത്തിലേക്കായിരിക്കും നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ്റെ നിറമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈനിൽ കൂടുതൽ അളവിൽ സൊല്യൂട്ട് ലീനമുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ മോർ കോൺസെൻട്രേറ്റഡ് കൂടിയ ഗാഢതയുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ ഗാഢതയെ ആശ്രയിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നതാണ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. ലീനത്തിൻ്റെ അളവ് ഒരു സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു ലൈനിയുടെ ഗാഢതയെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ refers to the amount of solute dissolved in a fixed amount of solvent. ലൈനിയുടെ ഗാഢത എന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവ് ലൈനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലൈനിയുടെ ഗാഢത, കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷനിൽ സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ, നേർത്ത ലൈനി എന്നും, ദി വൺ വിച്ച് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആ ലൈനിയെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ഗാഢ ലൈനി എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്